നല്ല ചൂടിന് ആശ്വാസമായിട്ട് ഇന്ന് നല്ല മഴ കൂടെ കിട്ടിയായിരുന്നേ. മഴ വരുന്ന സമയത്ത് ഫ്രൈ ചെയ്തിട്ടില്ല, എന്തെങ്കിലും ഒരു ഐറ്റം കഴിക്കാൻ ഒരു പൂതി. അങ്ങനെ 1 കപ്പ് റവ എടുത്ത് മിക്സിയുടെ ജാറിലോട്ട് അങ്ങിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. റവ എടുക്കുന്ന സമയത്ത് വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. പിന്നെ പൊടിച്ചെടുക്കുന്ന സമയത്ത് നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണമെന്നൊന്നുമില്ല, ചെറിയ തരിയോട് കൂടെ തന്നെ അങ്ങ് പൊടിച്ചെടുത്തോളൂ. ഇപ്പോൾ റവ ഞാനിത് ഈ ഒരു രീതിയിൽ അങ്ങ് പൊടിച്ചെടുത്തതിന് ശേഷം ഇതൊരു പാത്രത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേണ്ടുന്നത് തൈരാണ്. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് നോക്കി എടുത്തോളൂ. 1/2 കപ്പ് തൈര് അങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ അതേ കപ്പിലോട്ട് തന്നെ 1/2 കപ്പ് വെള്ളം എടുത്ത് അതും ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാനിത് ഇതുപോലെ എല്ലാം അങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂടി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചട്നി റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് 1 ബൗൾ തേങ്ങ എടുത്ത് മിക്സിയുടെ ജാറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു വലുപ്പത്തിലുള്ള 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകാണ് എടുത്തേക്കുന്നത്. മുളക് എടുക്കുന്ന സമയത്ത് എരിവിനനുസരിച്ച് കുട്ടിയും കുറച്ചൊക്കെ എടുത്തോളൂ കേട്ടോ. പിന്നെ ഞാനിവിടെ സവാള ഒരു 1/2 കഷ്ണം കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്തോളൂ. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള റൈറ്റാണ്. അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതേ ജാറിലോട്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് അതും ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇത് കടുകും കറിവേപ്പില കൂടെ ഒന്ന് എണ്ണയിൽ വറുത്തുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചട്നി ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാവ് തുറന്ന് നോക്കുമ്പോൾ ഇതിപ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒന്നുകൂടെ എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് സാധനങ്ങളോട് ചേർക്കാനുണ്ട്. ഇപ്പോൾ ഒരു പച്ചമുളക് എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു വലിയ സവാള എടുത്ത് അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. പിന്നെ എടുത്തേക്കുന്ന മല്ലിയിലയാണ്. കറിവേപ്പില ആയാലും ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാനിത് ഒരു 2 ഉരുളക്കിഴങ്ങ് എടുത്തതിന് ശേഷം പുഴുങ്ങി ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അതും ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും. ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് ഉപ്പ് കൂടെ ചേർക്കുവാണേ. പിന്നെ എടുത്തേക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 2-3 സ്പൂൺ വെള്ളം ചേർത്തോളൂ കേട്ടോ. ഇതിപ്പോൾ നോക്കി ഈ ഒരു പാകത്തിൽ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും പണിയില്ല, കൈ എടുത്ത് അടുപ്പിൽ വെക്കുക, അതിലോട്ട് ഓയിൽ ഒഴിക്കുക. ഓയിൽ നല്ലോണം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ കുറച്ചിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ഒന്ന് കളറൊക്കെ മാറി വരുന്ന സമയത്ത് ഞാനിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈറ്റാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും കേട്ടോ. നമ്മുടെ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന അടിപൊളിയായിട്ടുള്ള റൈറ്റാണ്. പിന്നെ ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ചട്നി ഇല്ലെങ്കിലും. അപ്പോൾ ഇതുപോലെ കളറൊക്കെ നല്ലോണം ഒന്ന് മാറി വരുന്ന സമയത്ത് ഞാൻ എണ്ണയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ഇതെവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്തിട്ടില്ലാത്തവരെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ പേജ് ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.